തികച്ചും നിരാശാജനകമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ നടപടിയെടുത്തു എന്നുള്ള ഒരു അഴകുഴമ്പൻ സമീപനമാണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഇപ്പോൾ ആവർത്തിക്കുന്നത്. നേരത്തെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് പരസ്യമായി പറയുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്ത കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, MLA-ക്കെതിരായിട്ടുള്ള ഗുരുതരമായ പരാതി വന്നതിന് ശേഷം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്തെ സാങ്കേതികമായ ഒരു അച്ചടക്ക നടപടിയല്ല, രാഷ്ട്രീയ ധാർമ്മികതയും സ്ത്രീകളോടുള്ള സമീപനവും വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും നിയമസഭാ സാമാജികനായി തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിലെ മറ്റു നേതാക്കളും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാത്തത് എന്നുള്ള ചോദ്യം പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അറബിക്കടൽ ഇരമ്പി വന്നാലും നിലപാട് മാറ്റമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇവിടെ ഇപ്പൊ അറബിക്കടൽ ഇരമ്പി വരേണ്ട കാര്യമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, തനിക്ക് ബോധ്യമുള്ള വിഷയത്തിലാണ് നിലപാടെടുത്തതെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് രാജിവെപ്പിക്കാൻ തയ്യാറാവുന്നില്ല? ഇവിടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പ് വളരെ ശക്തമായി പ്രതിഫലിക്കുന്നത്. വി.ഡി. സതീശനും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളും, ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും രാഹുൽ മാങ്കൂട്ടം ഗുരുതരമായ തെറ്റ് ചെയ്തു എന്ന് കൃത്യമായി ബോധ്യമുള്ള നേതാക്കളാണ്. അങ്ങനെ കൃത്യമായ ബോധ്യമുള്ള നേതാക്കൾ എന്തുകൊണ്ടാണ് ഒരു നിയമസഭാ സാമാജികത്വം രാജിവെക്കുന്ന കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാത്തത്? ഇവിടെ ഇപ്പോ ഒരു MLA രാജിവെപ്പിച്ചാൽ UDF-ന് ഭരണം നഷ്ടപ്പെടാനില്ലല്ലോ. UDF-ന് നിയമസഭാ കക്ഷിയിൽ നിന്ന് ഒരു അംഗം കുറഞ്ഞാൽ, ഒരു MLA രാജിവെച്ചാൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവാത്തത് ഈ വിഷയത്തിൽ അവരെടുക്കുന്ന ഇരട്ടത്താപ്പ് സമീപനത്തിന്റെ പ്രതിഫലനമാണ്. മാത്രമല്ല, സമീപ ദിവസങ്ങളിൽ KPCC-ക്കും AICC-ക്കും നിരവധി പരാതികൾ ഇത്തരത്തിലുള്ള ഇരകൾ നൽകിയതായി കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തോടും ദേശീയ നേതൃത്വത്തോടും പാർട്ടിക്കുള്ളിൽ നിരവധി പെൺകുട്ടികൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന് പരാതിപ്പെടുകയും ചെയ്തതാണ്. രഹസ്യമായ പരാതിയല്ല. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഒരു യുവ വനിതാ നേതാവ് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്, പാർട്ടിക്കുള്ളിൽ ഈ MLA-യിൽ നിന്ന് നിരവധി സ്ത്രീകൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരാതി കൊടുത്തിരിക്കുന്നത് AICC-ക്കും KPCC-ക്കുമാണ്. KPCC പ്രസിഡന്റിന്റെ ഓഫീസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധിയായിട്ടുള്ള പരാതികൾ പീഡനത്തിനിരയായിട്ടുള്ള പെൺകുട്ടികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഒരല്പമെങ്കിലും രാഷ്ട്രീയ സദാചാരമോ ധാർമ്മികതയോ നീതിബോധമോ KPCC പ്രസിഡന്റിനും നേതാക്കൾക്കും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരാ പരാതികൾ പോലീസിന് കൈമാറുകയാണ് വേണ്ടത്. തങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വിഷയം നേരത്തെയും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ മുമ്പിൽ പരാതിയായി വന്നതാണ്. പ്രതിപക്ഷ നേതാവ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയല്ലേ? അദ്ദേഹവും ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തല്ലേ? പുതിയ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ നിയമം നമ്മളിപ്പോൾ നേരിട്ട്
പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയേണ്ട ആവശ്യമില്ല. ഒരു പരാതി ഉത്തരവാദപ്പെട്ട ഒരു പൊതുപ്രവർത്തകനോ ഏതൊരു വ്യക്തിക്കോ ലഭിച്ചാൽ പോലും അത്തരം കേസുകളിൽ പോലീസിനെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. വി ഡി സതീശനും കോൺഗ്രസിലെ ഉന്നതരായിട്ടുള്ള നേതാക്കളുമെല്ലാം ഇപ്പോൾ പരാതി പറഞ്ഞ പെൺകുട്ടിയതടക്കം നിരവധി പെൺകുട്ടികളുടെ പരാതികൾ അവരുടെ മുമ്പിലെത്തിയതാണ്. അവരാരും തന്നെ ഈ കാര്യം പോലീസിനെ അറിയിക്കാൻ തയ്യാറായില്ല. പരാതി സ്വീകരിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടി എടുത്ത ഉടനെ തന്നെ അവരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടത്താനുള്ള ഒരു ഗുണ്ടാ സംഘം എത്തി. എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ പല നേതാക്കളും ചോദിക്കുന്നത് പെൺകുട്ടി എന്താണ് 3 മാസം വൈകിയതെന്നാണ്. പരാതി കേട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ സാങ്കേതികമായ അച്ചടക്ക നടപടി എടുക്കാൻ പറഞ്ഞ വി ഡി സതീശനെ പോലും ആക്രമിച്ച് നിലംപരിശാക്കിയിരിക്കുകയാണ്. പിന്നെ പെൺകുട്ടി എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. നിരവധി പരാതികളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്, ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. അവരാരും തന്നെ ഈ അന്വേഷണം പോലീസിന് കൈമാറുന്നില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല, ഇതൊരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യമാണ്. നിരവധി പെൺകുട്ടികൾ പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. പലരും പേടിച്ചിട്ട് പുറത്തു പറയാത്തതാണ്. ഭീഷണിപ്പെടുത്തിയും നഗ്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും കൈവശപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും വീണ്ടും വീണ്ടും പീഡിപ്പിക്കുകയും ചെയ്യുക. പരാതി പറയാൻ ശ്രമിക്കുന്നവരെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുക. അത് രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അറിവുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം ആരുടെ സ്പോൺസറാണ് എന്നുള്ളത്. അത്തരം ശക്തികളുടെ സഹായമുണ്ട്. അവരെ സഹായിക്കുന്ന ആരൊക്കെയാണ്? എല്ലാവർക്കും അറിയാം. വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് കേരളത്തിനകത്ത് ഏത് പ്രചരണവും നടത്താൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന സംഘങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ വളർന്നു വരുന്ന പുതിയൊരു ഒക്കച്ചങ്ങായിമാർ, ഗുണ്ടാ സംഘങ്ങളുമായി നടക്കുന്നവർ, സൈബർ ഗുണ്ടകളുമായി നടക്കുന്നവർ, മതതീവ്രവാദികളുടെ പോലും പിന്തുണയോടുകൂടിയാണ് അത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതൊന്നും കോൺഗ്രസിൽ ആർക്കും അറിയാത്തതല്ല. അപ്പൊ ഇതുകൊണ്ടൊരു സാധാരണ ഒരു സ്ത്രീപീഡന കേസല്ല, ഇത് ഒരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. ഒരുപാട് പേർ ചേർന്ന ക്രൈമാണ്. ഇരകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള പരാതികൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ ഈ കേസിനെ കാണണം. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അടിയന്തരമായി ആവശ്യപ്പെടാൻ കോൺഗ്രസ് തയ്യാറാവണം. സർക്കാരിനും മെല്ലെ പോക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടം എവിടെയും പോയിട്ടില്ല, പാലക്കാട് തന്നെയുണ്ട്. പോലീസ് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണോ? കയ്യെത്താ ദൂരത്ത് രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിട്ടും പോലീസിന് കണ്ടെത്താൻ കഴിയാത്തതാണോ? കണ്ടെത്തിയിട്ടും സംരക്ഷിക്കുന്നതാണോ? സർക്കാരിന് എന്തെങ്കിലും കൈ പൊള്ളാനുണ്ടോ? പരാതി 164 മജിസ്ട്രേറ്റിന് മുമ്പിൽ നേരിട്ട് നൽകിയിട്ടും 48 മണിക്കൂർ കഴിഞ്ഞിട്ടും നിയമസഭാ സാമാജികനായ ഒരാളെ കേരളത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ്. ഒരു MLA-ക്കെതിരായിട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടി വരികയാണ്. പോലീസിനകത്ത് ആൾക്കാർക്ക് അത്രയും കഴിവില്ലാത്തവരാണോ കേരള പോലീസിനകത്തിരിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എവിടെയും പോയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാണ് സംരക്ഷിച്ച് നിർത്തുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, പോലീസിനും അറിയാം. പക്ഷെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇതൊരു കേവലമായ ഒരു സ്ത്രീപീഡന പരാതിയായിട്ട് ചുരുക്കി കാണാൻ കഴിയുന്ന കേസല്ല. ഇതിനകത്ത് നിരവധി ആളുകൾ പങ്കാളിയായിട്ടുള്ള കേസാണ്. പരസ്പരം അറിഞ്ഞുകൊണ്ടാണ്. പകർത്തിയ ദൃശ്യങ്ങളെല്ലാം ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പോലീസിന് അറിയുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളും കൈമാറ്റവും ഒക്കെ നടന്നിട്ടുണ്ട്.
അതുകൊണ്ട് ആ നിലയിലുള്ള അന്വേഷണം സർക്കാർ നടത്തണം. സ്ത്രീകളുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് വാദിക്കുന്ന ഇടതുപക്ഷവും UDF-ഉം ഇത്ര ഗുരുതരമായൊരു സംഭവം കേരളത്തിൽ നടന്നിട്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യം. പാർട്ടി കോടതി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പാർട്ടിയിൽ ഒരു വിഭാഗം ഒരു മാഫിയ സംഘത്തെ പോലെ പ്രവർത്തിക്കുകയാണ്. ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു അഭിപ്രായം പറഞ്ഞു. ഏത് ഹാൻഡിലുകളിൽ നിന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നത്? നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, സോഷ്യൽ മീഡിയ കാണുന്നവരല്ലേ. നേരത്തെ VD സതീശനെതിരെ ആരാണ് നടത്തിയത്? ഇതേ സംഘം തന്നെയാണ്. പാലക്കാട് കേന്ദ്രീകരിച്ച് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരവുമായിട്ട് ചില ആളുകൾ വന്നിട്ടുണ്ട്. അവരുടെ പിന്നിൽ വലിയ സാമ്പത്തിക ശക്തികളുണ്ട്, തീവ്രവാദ ശക്തികളുണ്ട്, മാഫിയ സംഘങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് പുതുതായി വളർന്നു വരുന്ന ഒരു അധോലോക സംഘമുണ്ട്. ആ അധോലോക സംഘമാണ് ആരിതിനു വേണ്ടി വന്നാലും ആരെങ്കിലും സംസാരിച്ച് അവരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായി പറഞ്ഞില്ലേ, പിന്നെ അതിൽ കൂടുതൽ എന്താണ്? പാർട്ടി കോടതി എന്ന് ഞാൻ പറയുന്നില്ല, അതിനുള്ള ത്രാണിയൊന്നും കോൺഗ്രസിനില്ല. പക്ഷേ കോൺഗ്രസിനകത്ത് KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഒന്നും ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത വിധം ഈ സംഘങ്ങൾ കോൺഗ്രസിനെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അവരാണ് ഇതിന് പിന്നിൽ. അത് കോൺഗ്രസിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ സർക്കാർ അവരുമായിട്ട് എന്താണ് ഒരു ഒളിച്ചുകളി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പീഡനത്തിലൊക്കെ എന്ത് പാർട്ടിയാണെന്ന്? ഇതൊക്കെ നടന്നിരിക്കുന്നത്, ഗർഭമുണ്ടാക്കിയിരിക്കുന്നതൊക്കെ CPM-ഉം BJP-യും തമ്മിൽ ചേർന്നിട്ടാണ്. എന്നിട്ട് അതിനെ ഗർഭഛിദ്രം നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു ന്യായം മാത്രമാണ്. എന്താണ് BJP-യും CPM-ഉം തമ്മിൽ ഇതിൽ? പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രിവിലേജ് രാഹുലിന് മാത്രമായി ലഭിക്കുന്ന ചില പ്രിവിലേജുകളാണെന്നുള്ള ആരോപണം ഉൾപ്പെടെ വരുന്നുണ്ട്. കാരണം ഈ സംഭവം ഉണ്ടായ സസ്പെൻഷനായ ശേഷം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായിരുന്നു. ശേഷം ഇപ്പോൾ ആണെങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ സൈബർ അതിക്രമം നടത്താൻ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. ആ സംഘം ഇത് രാഹുലിന്റെ ശക്തിയല്ല. രാഹുൽ മാങ്കൂട്ടം സസ്പെൻഷൻ ആയതിനു ശേഷം വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു അല്ലേ? എല്ലാം നിങ്ങൾ പാലക്കാട് മാധ്യമപ്രവർത്തകർക്ക് അറിയാലോ. അവിടുന്ന് അവനെ വിളിച്ചുകൊണ്ട് വന്നത് പിന്നിൽ വലിയ ശക്തികളുണ്ട്. ആ ശക്തികൾ വളരെ അനാശാസ്യമായിട്ടുള്ള പ്രവണതകളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു അധോലോക സംഘമാണ്. ശബരിമലയിൽ നിന്ന് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാവില്ല. കാരണം ആ വിഷയം ഞങ്ങൾ ശരിയായ നിലയിൽ ജനങ്ങളെ മുമ്പിൽ ഇന്നും ഞങ്ങൾ വീട് കയറി ഒപ്പുശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യാൻ എന്തിനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് നേരത്തെ? അറസ്റ്റ് ചെയ്യാൻ എന്തിനാണ് വൈകുന്നത്? ഇതൊക്കെ കോൺഗ്രസിനകത്തുള്ള പരാതികളാണ്. ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് പറയുന്നതല്ല. പരസ്യമായ ഒരു പരാതി യൂത്ത് കോൺഗ്രസിന് തന്നെ ജനറൽ സെക്രട്ടറി ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അനേകം സ്ത്രീകൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു കെട്ടിച്ചമച്ച ആരോപണങ്ങളല്ല. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയല്ലെന്ന് വിഷയം നടപടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടപടിയാണ് എടുത്തത്? നടപടി എടുത്ത ആള് ഇവിടെ പാലക്കാട് എന്തെല്ലാം കാണിച്ചു കൂട്ടി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമല്ലേ? നടപടി എടുത്താൽ അങ്ങനെയാണോ? പാർട്ടി അംഗത്വം ഇല്ലാത്ത ഒരാൾ, നിയമസഭാ കക്ഷിയിൽ അംഗമല്ലാത്ത ഒരാൾ MP-യോടൊപ്പം, മന്ത്രിമാരോടൊപ്പം, എല്ലാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളോടൊപ്പം പ്രചാരണം നടത്തുന്നത് ആരൊക്കെ പഠിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്? അല്ല, അത് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ. അതിലെന്താ പുതുതായിട്ട് പറയാനുള്ളത്? രാജിവെക്കണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാകും.
തെരഞ്ഞെടുപ്പിന് 10 ദിവസം മുമ്പ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ കേസെടുത്തതെന്നൊരു ആരോപണം താങ്കൾക്കുണ്ടോ? അല്ല, നേരത്തെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം പോലീസ് ഒരു അന്വേഷണ സംഘത്തെ നേരത്തെ തീരുമാനിച്ചതാണ്. അവർക്ക് എല്ലാ വിവരങ്ങളും കിട്ടിയതാണ്. അവരുടെ മുമ്പിൽ ഇതല്ലാത്ത കേസുകളും ഉണ്ട്. ഈ കേസ് മാത്രമല്ല, അവരുടെ മുമ്പിൽ പല കേസുകളും ഉണ്ട്. പക്ഷെ അപ്പോഴൊന്നും കോൺഗ്രസിനെ സഹായിക്കുന്ന ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ ഗുരുതരമായ മറ്റൊരു കേസായിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നത്. അതിലും എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അത് ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തിയത് ഈ പോലീസ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല. ബി ജെ പി സ്വർണ്ണപ്പാളി കേസ് പ്രധാന കേസായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് ബി ജെ പി ആണ്. സമരം ചെയ്യുന്നത് ബി ജെ പി ആണ്. ഇപ്പോഴും ഒപ്പുശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ രാവിലെയും വലിയൊരു ഒപ്പുശേഖരണ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിലാണ് ബി ജെ പി ഏർപ്പെട്ടിരിക്കുന്നത്. അല്ലെ, അങ്ങനെ മൂടിപ്പോ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു കേസ് വന്നുകൊണ്ട് മറ്റു കേസ് പറയാതിരിക്കുക എന്നുള്ളതല്ല. സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിന് കൈ കഴുകാൻ കഴിയില്ല. ഉത്തരവാദപ്പെട്ട CPM നേതാക്കളാണ് അതിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇനി കുടുങ്ങാൻ പോകുന്നതും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ വാർത്ത കേട്ടിട്ടില്ല. അങ്ങനെ വാർത്ത നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. അല്ല, സ്വർണ്ണക്കെതിരായിട്ടുള്ള ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി BJP ആണ്. ആ കൊള്ളയുടെ വിശദാംശങ്ങൾ മുഴുവൻ പുറത്തുകൊണ്ടുവന്നതും അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതും ആദ്യം മുതൽ അവസാനം വരെ ആ പ്രശ്നത്തിൽ ഉറച്ചു നിൽക്കുന്നതും BJP മാത്രമാണ്. പിന്നെ എന്തിനാണ് ഒരു പാർട്ടി? രാഹുൽ സ്വതന്ത്രനായിട്ട് ജയിച്ചാണോ? രാഹുൽ മാങ്കൂട്ടത്തില് പത്തനംതിട്ടയിൽ ഇവിടെ വന്ന് സ്വതന്ത്രനായി ജയിച്ചാണോ? വല്ല KK നായരാണോ? KK നായർ പണ്ട് ജയിച്ചിട്ടുള്ളൂ. ഇവിടെ കോൺഗ്രസ് പാർട്ടി ടിക്കറ്റ് കൊടുത്ത് കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളാണ്. അപ്പൊ കൈ കഴുകിയിട്ട് അങ്ങനെ ഓടാനൊന്നും പറ്റില്ല. ഇനിയിപ്പോ എന്ത് പശുവിന്റെ അകത്ത് മോരിന് പുളിയും പോയിട്ട് ഇനി എന്ത് എടുക്കാനാണ്? ഇനി ആരെങ്കിലും അയാൾ വിളിക്കുവോ? ശരി.